ഇപ്പോൾ കോഴിക്കോട്ടേക്കൊന്ന് പോകണം. അവിടെ അകാരണമായി തലാഖ് ചൊല്ലിയെന്ന് ആരോപിച്ച ഭർത്തൃ വീട്ടിൽ യുവതി പ്രതിഷേധിക്കുകയാണ്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് പരുത്തിപ്പാറയിൽ വീട്ടിലെത്തിയ യുവതിയെയും കുഞ്ഞിനെയും പുറത്താക്കി വാതിൽ പൂട്ടി ഭർത്തൃ വീട്ടുകാർ സ്ഥലം വിട്ടു. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രതികൂല കാലാവസ്ഥയിൽ വീടിന് പുറത്ത് കഴിയുകയാണ് യുവതിയും കുഞ്ഞും. ഭക്ഷണവുമായി എത്തുന്ന ബന്ധുക്കളെ ഭർത്താവിന്റെ വീട്ടുകാർ വഴിയിൽ തടഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുവെന്നും യുവതി പറയുകയാണ്. ഭർത്താവ് തലാഖ് ചൊല്ലിയെന്നാണ് പറയുന്നത്. ഞങ്ങളത് അറിഞ്ഞിട്ടില്ല. പള്ളിയിൽ തലാഖ് കൊടുത്തിക്കണമെന്ന് പറയുന്നുണ്ട് ഭർത്താവ്. ഒന്നിക്കെ എൻ്റെ സാധനം എടുത്ത സാധനം അല്ലാന്നുണ്ടെങ്കിൽ അവരെന്താ കാരണം എന്ന് വ്യക്തമാക്കുക, അല്ലെങ്കിൽ അവരെ കൂടെ ജീവിക്കാൻ അനുവദിപ്പിക്കുക. അതൊന്നും അവർ ചെയ്യണില്ല. ഒരു ഭീഷണിപ്പെടുത്താണ്. ആങ്ങളാരാണെങ്കിൽ ഇങ്ങോട്ട് കയറ്റണില്ല, പുറത്തേറ്റ റോട്ടുമലറ്റാണ് തടഞ്ഞു നിർത്തുന്നത്. ഭയങ്കര പേടിയാണ് ഇപ്പോൾ അത് രാത്രി കിടക്കുമ്പോഴൊക്കെ. പ്രതിഷേധം ശക്തമായതോടെ ഏതായാലും ഇപ്പോൾ വീട് തുറന്നു കൊടുക്കാൻ ഈ ഭർത്തൃ വീട്ടുകാർ തയ്യാറായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സാനിയോ മനോമി ആ വീട്ടിൽ നിന്ന് ചേരുകയാണ്. സാനിയോ, മനുഷ്യർ തന്നെയാണോ ഇത് എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. ഒരു യുവതിയെയും കുഞ്ഞിനെയും ഒക്കെ ഇതാ ഒരാഴ്ച, നമുക്കറിയാം ഡിസംബറിലെ കോച്ചുന്ന തണുപ്പത്ത് അവർ ആ സിറ്റ് ഔട്ടിൽ ഇത്രയധികം ദിവസമായി ആ കുഞ്ഞിനെ കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് വിനിത. അതായത് യുവതിയും കുഞ്ഞുങ്ങളും ഇവിടെ വലിയ കഷ്ടപ്പാടിൽ, നമുക്കറിയാം ഒരു ചെറിയ കൊലായ, അതായത് ചെറിയൊരു സിറ്റ് ഔട്ട്, അവിടെ ഇരുന്നാണ് ഇത്തരത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അവിടെ തന്നെയാണ് അവർ കിടന്നുറങ്ങുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി. അവർ പ്രത്യേകിച്ച് അവരോട് പറയുന്നത് ഈ വീട് പൂട്ടിപ്പോയതാണ് ഭർത്താവ്. അവരുടെയൊക്കെ സ്വർണവും അതുപോലെ വിവാഹ സമയത്ത് നൽകിയ സ്വർണമൊക്കെയും കയ്യിലുണ്ട്. നിങ്ങൾ വിവാഹ സമയത്ത് നൽകിയ സ്വർണം ഒക്കെ ഭർത്താവിൻ്റെ കയ്യിലാണുള്ളത്. ഭർത്താവിൻ്റെ കയ്യിൽ 42 പവൻ സ്വർണ്ണുണ്ട്. 50 പവനേനി തന്നിന്. 8 പവൻ്റെ കയ്യിലുണ്ട്. ഭർത്താവിന് 90,000 ഉറുപ്പ്യം കൊടുത്തിന്. ഭർത്താവ് ഇപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല. ഭർത്താവ് താഴെ ഒഴിവാക്കാണ്. തലാഖ് ചൊല്ലി എന്നാണ് പറയുന്നത്. തലാഖ് ചൊല്ലി എന്നാണ് പറയുന്നത്. അയക്കുമായിരുന്നു. അവിടെ കൊണ്ടുപോയി കൊടുത്തതാണ്. എനിക്ക് വേണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയി കൊടുത്തത്. അയാൾ എവിടെയുള്ള? അയാൾ ഭാര്യയുടെയും കുട്ടീൻ്റെയും കൂടെ അയാൾ പെങ്ങളെ വീട്ടിൽ ഒളിച്ച് നിൽക്കുക. വേറെ ഭാര്യയും കുട്ടിയുണ്ട്. അവർ ഒളിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്കിപ്പം 2 കുട്ടികൾ? എനിക്കൊരു മോനുണ്ട്. ഇവിടെ എത്ര ദിവസമായി ഈ തണുപ്പിൽ ഇങ്ങനെ കിടക്കാൻ? 8 ദിവസമായി ഞാൻ കിടക്കണ തുടങ്ങിയിട്ട്. വലിയ പ്രയാസം അനുഭവിക്കുന്നു. പ്രയാസമാണ്. എത്രയും പെട്ടെന്ന് നീതി കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. ഇപ്പം സാമൂഹ്യ പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അത് അവർ സംസാരിച്ചിരുന്നു തോന്നുന്നു. അപ്പോഴും ഭർത്താവിൻ്റെ സ്റ്റാൻഡ് എന്താ? യാതൊരു നിലക്കും ഇതാവണില്ല, തമ്മിൽ വരണില്ല. ഇങ്ങോട്ട് ഞങ്ങൾ വിളിച്ചോടത്തേക്ക് ഒന്നും വരുന്നില്ല. അവർ പറയുന്നത് 20 ലക്ഷം തരോ അല്ലെങ്കിൽ 25 തരോ, അത് കയറ്റി പോവുക. എൻ്റെ സ്വർണത്തിനും വിലയില്ല, എൻ്റെ ജീവിതത്തിനും വിലയില്ല, ഒന്നുമില്ല എന്നാണ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 2015 ആഗസ്റ്റ് 15-ാം തീയതി. അന്ന് മുതൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ടായിരുന്നു? അന്നേ തുടക്കത്തിൽ ഇല്ലേനി, കുറച്ച് ഉള്ളേനി. പിന്നെ അവർക്ക് മോനായവരാണ് സൗന്ദര്യം പോരാന്ന് അറിഞ്ഞാണ്ട് തുടങ്ങി. കുട്ടിക്കും ഇല്ല എനിക്കും ഇല്ല എന്നറിയൽ തുടങ്ങി. അതാണ് ഇത്രത്തോളമായി ഇത്ര ആയത്.